എന്താ അത്? ആന കളിക്കണ സ്ഥലമാണോ അത്? ഇത് ആനയായിട്ട് തോന്നിയോ? ഇത് കഴുത. അല്ല, സ്റ്റാർ മാജിക് കണ്ടോണ്ടിരിക്കുന്നവര് കുഞ്ഞുകുട്ടികളായി പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ ആണെങ്കിൽ കുട്ടിത്തം അങ്ങനെ തുളുമ്പി 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 വന്നോണ്ടിരിക്കുക. പരിപാടി മാറിയിട്ടില്ല, ഇത് സ്റ്റാർ മാജിക് തന്നെയാ. അടുത്ത ശനിയാഴ്ച വന്നാ കഴുകി തരാം. ആ പാല കയറി പോന്ന കണ്ടതില്ലേ 50 വയസ്സാവുന്ന് പറയില്ല. ഇസാന്ന് പറയണ സൂക്ഷിച്ചു വേണം, സെറ്റ് വലിയ താഴെ പോകും. ടീച്ചറെ ഞങ്ങൾ ആൺകുട്ടികൾക്ക് ആർക്കാണ് വലിയ വയറ് ടീച്ചറെ? വലിയ വയറ് പൊക്കള്. വലിയ വയറും ഞാൻ എന്റെ വയറ് കാണിക്കട്ടെ. കാരണം ഇവര് കോസ്റ്റ്യൂമിൽ മാത്രമേ ചെറിയ കുട്ടികളായിട്ടുള്ളൂ. ID കാർഡ് കൊണ്ടും ശരീരം കൊണ്ടും ഇവര് വലുതാ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ സ്റ്റാർ മാജിക് എന്നുള്ള LKG സ്കൂളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചീത്രയോ? ഞാൻ ചിത്രയല്ല, ലക്ഷ്മി. ചിത്ര, ഞാൻ പടൂർ ഇട്ടോ കുറഞ്ഞു പോയാ? പൗഡറോ? പൗഡർ. പറുവട ഇട്ട പൊറോട്ടയല്ല, പൗഡർ. ശരി ചിത്ര. ചീത്രയോ? ടീച്ചർ. ചീറ്റർ. ഞാൻ ചീറ്റർന്നോ? സത്യം പറഞ്ഞാൽ ഡിഗ്രിക്ക് ഇരിക്കേണ്ട മനുഷ്യനാ. 2ാം ക്ലാസ്സിൽ തന്നെ തോറ്റ് അവൻ ഇരുന്ന ബെഞ്ച് കുഴിഞ്ഞു. അത് മാത്രമല്ല, സത്യത്തിൽ ഇവനെ കണ്ടാൽ കുട്ടിയാന്ന് തോന്നുവോ? ഏതോ ചീട്ടുകളിക്കളത്തിന്ന് പോലീസ് ഓടിച്ചിട്ട് പിടിച്ചോണ്ട് വന്നേക്കുന്നല്ലേ? ടീച്ചറെ എന്റെ ക്ലാസ് മാറ്റണം. എന്റെ അച്ഛന്റെ കൂടെ പഠിച്ചവരൊക്കെ കൂടെ പഠിക്കുന്ന ഇപ്പൊ. നിന്റെ ക്ലാസ്സിൽ നിന്നല്ല, ഈ പരിപാടിയിൽ നിന്ന് അങ്ങ് മാറ്റാം. ഈ ക്ലാസ്സിൽ 2 പുതിയ കുട്ടികൾ വന്നു, അവരെ പരിചയപ്പെടുത്തി താ ടീച്ചറെ. സുഖമോ? ദേവി. സുസ്മിത. കണ്ടോ, മാറ്റി പറഞ്ഞ കണ്ടോ? വരൂ. ഫ്ലവേഴ്സിലെ സുഗമോ ദേവിയിൽ നിന്ന് ഇതാ സുഖമാ എന്ന് പറഞ്ഞിട്ട് സുസ്മിത എത്തിയിട്ടുണ്ട്. കുട്ടി കെട്ടിയതാണോ? അല്ല. അല്ലെങ്കിൽ എന്താണ് മേക്കപ്പ് മാൻ കെട്ടി തന്നെയാണ് മുടി? അയ്യോ. സുസ്മിത എവിടുന്നാ വരണേ? സുസ്മിത ഒന്ന് പരിചയപ്പെടുത്ത. ഒരു പുതിയ സ്കൂളിൽ വന്ന് നമ്മളിങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യില്ലേ മറ്റുള്ള ഫ്രണ്ട്സ് കേൾക്കാൻ? എന്റെ പേര് സുസ്മിത. ഞാൻ ഗുരുവായൂരാണ് വീട്. ഞാനിപ്പോ സുഗമോ ദേവിയിലെ ദേവികയായിട്ട് അഭിനയിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ സാന്ത്വനത്തിൽ നിന്ന് ഒരാളും കൂടെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടി പോവാണ്. ശരണ്യ. ശരണ്യ പദ്ധതിയുടെ ഓർഡർ. ശരണ്യ വരൂ. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാ വരുന്നത്. തിരുവനന്തപുരത്ത് വരണേ. ഞാൻ സീരിയല് ചെയ്യുവാണ്. ഞാൻ പ്രൊഫഷണൽ മെഹന്തി ആർട്ടിസ്റ്റ് കൂടിയാണ്. ഈ മെഹന്തി നമ്മളോട് ജയന്തി ഉണ്ട്. ആ ജയന്തിക്ക് ഈ മെഹന്തിയുടെ പരിപാടിയാണ്. ലക്ഷ്മി, കേരള വിജയ് ഫാൻസിന്റെ ആരാണെന്ന് ചോദിച്ചേ? ഞാൻ ട്രിവാൻഡ്രം വിജയ് ഗേൾസ് വിങ്ങിന്റെ യൂത്ത് വിങ്ങിന്റെ പ്രസിഡന്റ് ആണ്. തിരുവനന്തപുരത്ത് മണ്ണന്തല കേരളാദിത്യപുരം. തങ്കച്ചന്റെ തലയിൽ ചെളിയാണോ മാവ് കിളിച്ചു വരുന്നു? അങ്ങോട്ട് ശ്രദ്ധിക്കണ്ട. എതിരായിട്ട് ബന്ധം സ്ഥാപിക്കാൻ താല്പര്യം ഉണ്ടാപ്പി? ഇല്ല, താല്പര്യം ഇല്ല. 4 വയസ്സുള്ള കുട്ടിയുണ്ട്. 4 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് അത് ആ മാറ്റർ അല്ലല്ലോ ഞങ്ങൾ സംസാരിച്ചത്. ബന്ധം സ്ഥാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിക്കാന്നല്ല. ബന്ധം ഉദ്ദേശം വേറെ എന്താണ് ഉദ്ദേശം? എന്താണ് പിന്നെ? എന്ത് ബന്ധം? സുഹൃത്ത് ബന്ധം. നീയോ? തങ്കച്ചനെ ആരും കെട്ടിയില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് കെട്ടിയാലാ. എന്നെ കണ്ടില്ല ഇന്ന്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. പക്ഷെ ഉല്ലാസിട്ട് മൈൻഡ് ചെയ്യുന്നില്ല ഇന്ന്. ഉല്ലാസിട്ട് മൈൻഡ് ചെയ്യുന്നില്ല. നീ മൈൻഡ് ചെയ്യാത്ത നീ ഉല്ലാസ് ചേട്ടാന്ന് വിളിച്ചാൽ ഞാൻ മൈൻഡ് ചെയ്യും. എത്ര പ്രാവശ്യമായി വിളിക്കുന്നു. സുസ്മിത ഫോട്ടോഷൂട്ട് വന്നല്ലേ? ഈ പുള്ളിക്കാരനും വിജയ് ഫോട്ടോഷൂട്ട് വന്നു. ഫോട്ടോ എടുത്തിട്ട് അത് ഷൂട്ട് ചെയ്ത് കളഞ്ഞു. ഈ ഹാസ്യം വല്ല രാജസദസ്സിലായിരുന്നെങ്കിൽ ഇവന് കിഴി കിട്ടിയാനെ. എന്ത് കിഴി? നെല്ലിക്ക കിഴി. നമുക്ക് എന്തായാലും ഇനി ദൂത വിജയ് സാറിന്റെ അടുത്ത് അയക്കണമെങ്കിൽ ഇവിടെ ഒരു ദൂത ഉണ്ടല്ലോ. അപ്പോ ഈ ദൂതയുടെ ഒരു ഡാൻസിന് നമുക്ക് തുടങ്ങാം. ഒരു പാട്ടിട്ട് വരട്ടെ, ഒരു അടിപൊളി ഡപ്പാങ്കുത്ത് കളിക്കില്ലേ?
വീട്ടിലെ പെരുന്നാളിന് ഉത്സവത്തിനൊക്കെ നല്ല പിള്ളേർ ഡാൻസ് കളിക്കുമ്പോ അപ്പൂപ്പന്മാർ കയറി വരില്ലേ ഈ episode ല് അടിച്ചിട്ട് ഡാൻസ് നശിക്കുന്ന യന്ത്രമാണ്. പക്ഷെ അതുപോലെ തങ്കച്ചപ്പന്റെ ഡാൻസ് കളിച്ചത് അസലായിട്ട് കളിച്ചു ഈ എപ്പിസോഡിൽ എന്റെ ശ്രീവിദ്യനെ മുക്കി കളയരുത് കേട്ടോ, എനിക്കതാ പറയാനുള്ളൂ. ശ്രീവിധി ഒന്നും ഉണ്ട് ഉണ്ടാ ഉണ്ടോ? ഞാനിത് പറഞ്ഞത് നിങ്ങൾ ഇത് വലിയ ഇത് കൊച്ചായിട്ട് കരുതണ്ട. ഈ ചാനലിൽ തന്നെ ഒരു പ്രോഗ്രാമിന് ആങ്കറായിട്ട് വരാൻ പോവാന്ന്. അതെ, ഇത് ചാനൽ അറിഞ്ഞിട്ടില്ല. അതാ പറഞ്ഞത്. അല്ല എന്താണെങ്കിലും ആങ്കർ എന്ന് പറഞ്ഞല്ലോ, രണ്ടു വാക്ക് നമ്മളൊന്ന് ആങ്കർ ചെയ്യിപ്പിച്ചാലോ. ഏതാ പരിപാടി? ഏത് പരിപാടിയിലും സ്റ്റാർ മാജിക്. അതാകുമ്പോഴേ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ കോമഡിയാന്ന് ആൾക്കാർ വിചാരിച്ചു. നമ്മൾ ഒരു സീരിയസ് ആയിട്ട് വരുമ്പോ സീരിയസ് ആയിട്ട് എടുക്കണം. നമ്മുടെ ഒരു പുതിയൊരു ആങ്കറിനെ ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. ദയവ് ചെയ്ത് ആരും ചിരിക്കരുത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടന്മാരും മണ്ടികമാരും അണിനിരക്കുന്ന സ്റ്റാർ മാജിക് എന്ന മെഗാ ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം. പണിപോയി നീ മണ്ടന്മാരെന്ന് ഉദ്ദേശിച്ച് ഞാൻ ഉൾപ്പെടുവോ? ഇല്ല നീ പൊട്ടല്ല. നീ മഹാ ജീനിയസ് ആണല്ലോ. വിദ്യ വരവൊക്കെ നല്ല ഗംഭീരമായിരുന്നു. വന്നാൽ മാത്രം മതി, വാ തുറക്കരുത്. ഓക്കെ, നേരെ നമ്മള് ഇങ്ങോട്ട് വരികയാണ്, നമ്മുടെ സുസ്മിതയിലേക്ക് വരികയാണ്. ഇത്രയൊക്കെ പെർഫോമൻസ് ശ്രീവിധി ഇവിടെ ഉള്ള കുട്ടിയാ. ശ്രീവിധി വരെ പെർഫോം ചെയ്തെങ്കിൽ ഇന്ന് വല്ല എനിക്കും പെർഫോമൻസ് വേണ്ടേ? ശരണ്യ ചെയ്തില്ലേ? ഞാൻ ഡാൻസ് ചെയ്യാം. തങ്കുചേട്ടനെ ഇട്ട്. ഓ വന്ന ഞാനല്ല തങ്കു, ഇതാ തങ്കു. വേണ്ട, അത് ആ ടീമല്ലേ, സ്വന്തം ടീമിൽ നിന്ന് ഒരാള്. സുമ വരൂ. നാണം കെട്ട് പോകാതടാ, എന്നെയാണ് ആഗ്രഹിച്ചത്. അപ്പൊ ഞാൻ പോകുന്നില്ലേ നല്ലത്? സുമയ്ക്ക് ചെക്ക് വേണോ പുള്ളിയുടെ വാക്ക് വേണോ? ചെക്ക് മതി. ഇനി 1,00,000 രൂപ എന്റെ അക്കൗണ്ടിലുണ്ട്. ഇത് വീട്ടിലെ പണിയൊക്കെ ചെയ്യാൻ വേണ്ടി ഇട്ടേക്കുന്നതാണ്. ഇനി അതും പോകുമല്ലോ ദൈവമേ. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, മര്യാദയ്ക്ക് ഡാൻസ് കളിക്കുമ്പോ കള്ളു കുടിച്ച് വരുന്ന അപ്പൂപ്പൻ. ഈ പാട്ട് പല ആൾക്കാരും കളിച്ചു, പക്ഷെ അത് ആ ഒരു എന്താ പറയാ, ഒരു കെമിസ്ട്രി, ഒരു എസൻസ് അത് മോളയിലുണ്ടായിരുന്നു. നന്നായിട്ട് പാടി. ശരി, സ്റ്റാർ മാജിക് ഒക്കെ കാണാറുണ്ടോ? ലക്ഷ്മി, കാണാറുണ്ട്. ഇഷ്ടാണോ? പരിപാടിയിലേക്ക് വരണ സമയത്ത് ഇവിടുന്ന് വിളി വന്നപ്പോ എന്തായിരുന്നു മനസ്സില്? അല്ല ഫിനിഷ് പാസിനെ കാണാലോ എന്നൊരു അല്ല എന്താ എന്താ പറഞ്ഞേ? കാണാലോ എന്നല്ല, കാണേണ്ടി വരുമല്ലോ. അങ്ങനെ പറ. അതെ, ഒരു കാര്യം ചോദിച്ചാ ഉരുണ്ട് കളിക്കരുത്. ഈ ചേട്ടന്മാരില് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരാൾ? തങ്കുചേട്ടനെ. കുട്ടിക്ക് അപ്പൂപ്പനില്ലല്ലേ? ഞാൻ എന്റെ പേര് മാറ്റാൻ ആഗ്രഹിക്കുന്നു. ഒരു പുതിയ കോംബോ താല്പര്യമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ജനങ്ങളോട് പറയൂ. കൈ നീട്ടിപ്പോ മൈക്ക് കൊടുക്കുക. അസംബ്ലിയിൽ നിന്ന് പറയുമ്പോൾ പറയൂ. താല്പര്യം പെട്ടെന്ന് പുറകോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. തെങ്ങിന് തടവെടുക്കണമെന്ന് ഞാൻ കേട്ടതാ. താല്പര്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഒരു പുതിയ കോംബോ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അനുവിന് പകരം താല്പര്യമുണ്ടോ? തങ്കു അനു ആ പേരാണ് നല്ലത്. അത് അവക്ക് നല്ല, എനിക്ക് അങ്ങനെ വലിയ ഇതായിട്ട് തോന്നുന്നില്ല. കാശ് മാത്രമേ താങ്കൾക്ക് താല്പര്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്.
ഫ്ലോറിൽ വെച്ച് കെട്ടുന്ന ആളുകളാട്ടോ അവിടെ ഇരിക്കണ എല്ലാം. അല്ല ഇവിടെ ആർക്കും എതിർപ്പില്ലെങ്കിൽ ഒരു കൈ നോക്കാം. അല്ല ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ 2 വാതിലിന്റെ മുറ്റത്തൊക്കെ പണി നടക്കുകയാണ്. അതിൽ 1 ലക്ഷം രൂപ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാര്യം തീരുമാനമായി. 3 MLA-മാരാണ് ഇവന്റെ വീട്ടിന്റെ കക്കൂസിന്റെ അവിടെ ഇങ്ങനെ നിൽക്കണത്. ആ വീട്ടിലേക്ക് ചെന്ന് കയറിയാൽ അടിപൊളിയായിരിക്കും. അതൊരു അമ്മാവന്റെ സ്ഥാനത്ത് ഞാൻ ചോദിക്കാം, എന്നെ അവിടെ എന്തൊരു സ്ഥലമൊക്കെ കൊച്ചിനെ അധികമൊന്നും ഇല്ല, എന്നാലും ഒരു 2 സെന്റ് ഒക്കെ ഉള്ളൂ. എത്ര 2 സെന്റ്. സീരിയസ് ഞാൻ ചോദിക്കുന്നത് 2 സെന്റ് ഉള്ളൂ? 2 സെന്റ് സാർ അത് മാത്രമേ ഉള്ളൂ? അത് മാത്രമേ ഉള്ളൂ. 2 സെന്റ് അല്ല മോളെ, ഈ മനസ്സിൽ ആവശ്യം പോലെ സ്ഥലമുണ്ടെന്ന് എനിക്കറിയാം. എന്റെ അക്കൗണ്ടിലേക്ക് മാത്രമല്ല എന്റെ ജീവിതത്തിലേക്കും കടന്നു വരുമെന്ന ശുഭപ്രതീക്ഷയോടെ ഈ എപ്പിസോഡിന്റെ ഈ ഭാഗം അനുക്കുട്ടിക്ക് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഞാൻ സത്യം പറയട്ടെ, പെർഫോമൻസ് കണ്ടപ്പോ ചാക്കോച്ചിന് വരെ ചിലപ്പോ ഈഗോ അടിച്ചിട്ടുണ്ടാവും അല്ലേ? ഈഗോയല്ല അടിക്കണത്, ഈ ഭാഗത്തായിരിക്കും. ഈ പെർഫോമൻസ് കണ്ടിട്ട് ചാക്കോച്ചന് ഇവനെ ചാക്കി കെട്ടിക്കൊണ്ട് കളയാൻ തോന്നുന്നു. നല്ല സാധനം അത് അടിച്ച്. ലക്ഷ്മി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. തങ്കച്ചന്റെയും ആ കൊച്ചന്റെ റൊമാൻസിന് മുമ്പിൽ എന്റെ ശ്രീവിദ്യയുടെ ആങ്കർ മുക്കിക്കളയരുത്. ഇല്ലില്ല, നമ്മളത് മനസ്സിൽ വെച്ചിട്ടുണ്ട്. സുസ്മിത, നമ്മൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ അങ്ങനെയാണെന്ന് അറിയാൻ പറ്റും. നമുക്ക് ഒരുമിച്ച് കാണാനാ. നമുക്ക് ഈ ചിലരോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മളിങ്ങനെ അവരുടെ അടുത്തേക്ക് എത്തി ഭവിക്കുന്നു, പിന്നെ അവർക്ക് ഭയങ്കര സന്തോഷമാവും. അതുപോലെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. എൻജോയ് ചെയ്യാണ്. അതെ, എൻജോയ് ചെയ്യാണ്. ബിനീഷ് അവന്റെ വട്ട ആസ്വദിക്കുന്നത്. എന്താ തങ്കുവിന്റെ മനസ്സിൽ എന്തോ തങ്കു ഇങ്ങോട്ട് നോക്കൂ. ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നതാണ്. എന്താ തങ്കു? ജാടയില്ലാത്ത ഒരു സ്നേഹമുള്ള ഐശ്വര്യമുള്ള ഒരു കലാകാരി എന്നാണ് എനിക്കിതിന് പറയാനുള്ളത്. കാരണം അല്ലടാ, ആത്മാർത്ഥമായിട്ട് ആ ഡാൻസ് ഒക്കെ എന്താ പറയാ, ആ മെഴുകി അത് ശരി ആയിക്കോട്ടെ. ഞങ്ങള് കാര്യമായിട്ടൊരു കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഇനിയിപ്പോ തമാശയല്ല. ഞാൻ തങ്കച്ചനെ കുറിച്ച് പേഴ്സണലായിട്ട് ഞാൻ പറയാണ്, മദ്യപാനമില്ല, സിസറുവലിയില്ല, ശംഭു ആൻസ് പാൻപരാഗ് ഇതൊന്നും വെക്കില്ല. അത് താത്തി വെക്കേ. പക്ഷെ ഉറക്കത്തിൽ മൂത്രമൊഴിക്കും. ഞങ്ങിടാലോ. അതാരാ പറഞ്ഞേ? ഇവിടെ ഫിക്സാ. തങ്കുവിനെ ഇനി ആരെങ്കിലും കുറ്റം പറഞ്ഞ ഇവിടെ ഒരാൾക്ക് മാത്രം അത് ഇഷ്ടപ്പെടുന്നില്ല. അനുവിന്റെ മുട്ട മേടിക്കണ എണ്ണം കൂടി വരുവാണല്ലോ. നമ്മള് തങ്കുവിനെ തൊടുമ്പോ ഈ കുട്ടിക്ക് പൊള്ളുന്നുണ്ടെന്നാണല്ലോ അർത്ഥം. അല്ലെങ്കിൽ ആ കുട്ടിക്ക് സ്നാക്കി കോമഡി അവിടെ പറയേണ്ട ആവശ്യമുണ്ടോ? ശ്രീവിദ്യ, ഈ കോംബോ ഒന്ന് കഴിയട്ടെ, നമുക്ക് കോംബോ കണ്ടിന്യൂ ആടി. നിന്റെ മനസ്സിൽ എപ്പോഴും ആങ്കറിംഗ് ലക്ഷ്യം, അത് ശ്രദ്ധിക്കണം. അല്ല, അപ്പൊ ഞാൻ ഒരു കാര്യം
ചോദിക്കട്ടെ, ശ്രീവിദ്യ ആങ്കറായിട്ട് പോയി കഴിഞ്ഞാൽ ചേട്ടൻ എവിടെ നിന്ന് ഒരു കോമ്പോ കിട്ടും? ഞാൻ എന്റെ സ്ക്രിപ്റ്റ് എഴുതാൻ പോകും. 24 വാർത്ത വായിക്കാൻ പറഞ്ഞു വിട്ടിട്ടേ സ്റ്റാർ മാജിക്കിനെക്കാളും കോമഡി, അതുകൊണ്ട് അവളെ തിരിച്ചു വിട്ടത് അങ്ങോട്ട്. ചേട്ടാ ഇന്ന് ഒരു ദിവസം ഉള്ളൂ ഇന്ന് ഷൂട്ടിന്. അതെന്താ കൂടുതൽ അടിക്കുന്നുണ്ട്, എക്സ്ട്രാ കയറ്റുന്നുണ്ട്. എനിക്കൊരു കോംബോ തരുമോ? തരാം. ഒരു കോംബോ അല്ല ഇത്ര വർഷമായിട്ട്. ഇല്ല, എനിക്ക് ഉല്ലാസായിട്ട് മതി. എന്താണ് ഉല്ലാസം, നിന്റെ മുഖത്ത് ഒരു വല്ലാത്തൊരു ചന്തം. കൊടകില് കോമ്പോ എന്ന് പറഞ്ഞ ആരാന്നറിയാമോ? അച്ഛൻ. സ്റ്റാർ മാജിക്കിന്റെ ഈ ഫ്ലോറിൽ, അതായത് ഇന്ന് എല്ലാവരും സ്കൂൾ കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത് കൊണ്ട്, കുട്ടിത്തം മാറാണ്ട് വന്നിട്ടുള്ളത് കൊണ്ട്, ആപ്റ്റ് ആയിട്ടുള്ളൊരു പ്രിൻസിപ്പളിനെ, നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റിനെ നമ്മൾ ഇതാ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ശരിക്കും മലയാളികളുടെ മനസ്സിലൊരു ശാലീന സൗന്ദര്യം എന്നൊക്കെ പറയില്ലേ, അതുമല്ല എല്ലാവരും ഏറ്റവും അധികം പറയാന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി നമുക്ക് ശാന്തിയും സമാധാനവും വേണം. അതാണ് എല്ലാ മനുഷ്യനും ആരോഗ്യപരമായിട്ട് ശാന്തമായിട്ട് ഇരിക്കണം എന്നാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത്. പേരിൽ തന്നെ ആ ഒരു ശാന്തിയും സമാധാനവും ഒക്കെ തുളുമ്പുന്ന ദ എവർ ഗ്രീൻ ആക്ട്രസ് തന്നെ പറയാം, ഒരു സീനിയർ ആക്ട്രസ് ആണ് ഇന്നത്തെ സ്റ്റാർ മാജിക്കിൽ എത്തുന്ന ഒരു വലിയ കൈയോടുകൂടി. ലെറ്റ്സ് വെൽക്കം ശാന്തി കൃഷ്ണ മാം. അത് ശ്രദ്ധിക്കണ്ട, അത് ആദ്യം ആ മനുഷ്യനാണ്. പാട്ട് ദ്രുതതാളത്തിലായാലും അവൻ അവതാളത്തിലാണ് കളിച്ചത്. അല്ല, മമ്മൂക്കയാണോ ലാലേണ്ണാണെന്ന് എനിക്ക് മനസ്സിലായി. അത് പുള്ളിക്ക് തന്നെ അറിയില്ല എന്താ ചെയ്യണമെന്നുള്ളത്. അല്ല, മാമ വന്നപ്പോ തന്നെ ഇനി മാമിന്റെ തെറ്റാണോ അതോ പുള്ളിക്കാരി കണ്ടതിന്റെ പ്രശ്നമാണോ എന്നുള്ളൊരു ഡൗട്ടില്. സത്യത്തിൽ ഇവരുടെ രണ്ടുപേരുടെ ചായ തോന്നിയില്ലല്ലോ. ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. 80s 90s ശരിക്കും അന്നത്തെ ആ ഒരു ശാലീന സൗന്ദര്യം ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും നിന്ന് കഴിഞ്ഞാൽ എനിക്കായിരിക്കും ഒരു പക്ഷേ പ്രായം തോന്നിക്കുണ്ടായിരിക്കാം. എത്ര പ്രായമുണ്ട്? ഞാൻ 31. താങ്ക് യു. ഇനി അവരുടെ പ്രായം കൂടെ ഒന്ന് ചോദിക്കൂ. 130. അപ്പോ സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഒരുപാട് ലൈക്ക് കോമഡി ആണെങ്കിലും ഹ്യൂമർ ആണെങ്കിലും ഒക്കെ ആസ്വദിക്കുന്ന ഒരാളാണ് വന്നിട്ടുള്ളത്. കാരണം സെറ്റിൽ നിന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഭയങ്കര തഗ്ഗാണ് സെറ്റിൽ എന്നൊക്കെ. ശരിയാണോ? ശരിക്കുള്ള ശാന്തി കൃഷ്ണ എങ്ങനെയാ? പേര് പോലെ ഭയങ്കര ശാന്തിയുള്ള ഒരാളാണോ അത് ഷോർട്ട് ടെമ്പേർഡ് ആണോ? അത് ആക്ച്വലി എന്റെ ഒരു സീക്രട്ട് ആണ്. ആ, അതൊന്നും ഇവിടെ വെച്ച് റിവീൽ ചെയ്താൽ ഞങ്ങള് കൃതാർത്ഥരാവും. ആഹാ, ശാന്തി എന്ന പേരിട്ടത് എന്റെ കാരണം ഞാൻ പറയാം. അത് എന്റെ അച്ഛനിട്ട പേരാണ്. ഇപ്പൊ ശാന്തി 3 ആൺമക്കൾക്ക് ശേഷം ഒരു പെൺകുട്ടി ജനിച്ചപ്പോ മനസ്സിനൊരു ശാന്തി ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് അച്ഛനിട്ട പേരാണ് ശാന്തി. ഓ, അവരൊരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ശാന്തി എന്ന പേര് ഞാൻ അന്ന് ചോദിച്ചു, വളരെ കോമൺ നെയിം ആണല്ലോ അച്ഛാ, അത് എന്തിനാ ഇങ്ങനെ ഇട്ടെന്ന് ചോദിച്ചപ്പോ അച്ഛൻ ഈ കഥ പറഞ്ഞതാണ്. ഇത് പറഞ്ഞപ്പോ എനിക്ക് ഒരു ഇഷ്ടമായി, ആ പേരിനോട് എനിക്ക് ഇഷ്ടമായി. നല്ല ക്ലാസ് ഒരു കഥ. ശാന്തി എന്ന ആ പേര് അപ്പൊ തൊട്ട് ഓഫ് കോഴ്സ് ഇറ്റ് സ്റ്റക്ക് ടു മീ. പക്ഷേ ശാന്തി കൃഷ്ണൻ എൻ്റെ അച്ഛൻ്റെ പേരാണ് കൃഷ്ണൻ. അപ്പൊ ആദ്യത്തെ പടത്തിൽ നിദ്രയില് ശാന്തി കൃഷ്ണൻ എന്നായിരുന്നു നമ്മുടെ ക്രെഡിറ്റിൽ വരുന്നത്, ഒഫീഷ്യലായിട്ട് ക്രെഡിറ്റിൽ വന്നത്. പിന്നെ അത് സംസാരിച്ച് വന്ന് ആൾക്കാർ ശാന്തി കൃഷ്ണ അങ്ങനെ പറഞ്ഞു. എൻ്റെ പേര് ശാന്തി മാത്രമല്ല, ശാന്തി കൃഷ്ണ അങ്ങ് ഒരുമിച്ചായി. ശാന്തി മാത്രം പറഞ്ഞാൽ ആർക്കും പെട്ടെന്ന് മനസ്സിലാവില്ല. ഇപ്പോൾ ശാന്തി കൃഷ്ണ എന്ന് പറഞ്ഞു അങ്ങനെയായി. അതുകൊണ്ട് ഇത്തവണ ഫ്ലൈറ്റ് ടിക്കറ്റിൽ പോലും അവര് ശാന്തി കൃഷ്ണ എന്നായിപ്പോയി. ശരിക്കും എവിടുന്നാ വരണേ? ബാംഗ്ലൂരിലാണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ ജനിച്ചത് വളർന്നതെല്ലാം മുംബൈയിലാണ്. മാഡം വേറെ സംഭവം പറഞ്ഞാലേ വിഷ്ണു ലോകം അത് ചേച്ചിനെ കാണിക്കണ ആദ്യത്തെ അത് മുത്തിന് തേയ്മാനമുണ്ട്. പോത്തിന്റെ കാല് വെന്ത് കുടിച്ചോണ്ടിരിക്കുക. അല്ല, എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ച് ഒരു ബീൻ ബാഗ് പോലെ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചോളൂ. കാരണം മിക്ക എപ്പിസോഡും ഞാൻ കണ്ടിട്ടുണ്ട് ആരെങ്കിലും എപ്പോഴും ഒരു കാര്യം പറയാൻ വരുന്ന സമയത്ത് ഇതുപോലത്തെ പരിപാടി ചെയ്യുന്നത് കറക്റ്റ് അല്ല, അത് ശരിയല്ല. അവര് നിരാശപ്പെടുത്തി. അല്ല, കുഴപ്പമില്ല. ചേട്ടൻ പറഞ്ഞു, ഞാനിവിടെ ഇരിക്കാം. തുടങ്ങ് പ്രഭാഷക. അങ്ങനത്തെ ജൂനി ഞാൻ പറയണില്ല. ചേട്ടാ, വിഷ്ണു ലോകം ആദ്യ വസന്തമേ അതാ പറഞ്ഞത്. അത് തുടങ്ങും. അത് ഇപ്പോഴും കാണാൻ ഭയങ്കര മുരളിച്ചേട്ടൻ ഭയങ്കര എന്റെ പണി പോലെ ഇരിക്കുന്ന ശരിക്കും കയ്യിൽ നിന്ന് വരിക്കുന്ന. ചേട്ടാ, യു
കണ്ടിന്യൂ ചേട്ടാ. നീയൊക്കെ എന്തിനാണ് ഇവിടെ എന്നെ മറച്ചു വെക്കുന്നത്? Silence. അവര് പേടിച്ചില്ല. എനിക്ക് നല്ല ഒരു- പറയട്ടെ. രശ്മി ഇടയ്ക്ക് കയറില്ല, പറയട്ടെ. പണ്ഡിതൻ പറയട്ടെ. അല്ല, പ്രേക്ഷകർ കൂടുകയാണല്ലോ. ചേട്ടാ ചേട്ടാ ഇരിക്കണ്ട, എണീക്കാൻ അതായത് പറ്റില്ല. സംഭവം വേറെ, നിങ്ങൾ കളിയാക്കി പറയണ്ട. വിഷ്ണുലോകത്തിലെ ലാലേട്ടൻ വന്നു. അല്ല, വിഷ്ണുലോകം ആ ആദ്യ വസന്തമേ പറഞ്ഞതുകൊണ്ടേ ഞാൻ വിചാരിച്ചു ഒരു വീണയും കൂടെ അവിടെ വെച്ച് ഇരിക്കാം. ആ ലാലേട്ടൻ വന്ന് ആ ഡോറ് തുറക്കുമ്പോ വന്ന് നിൽക്കുന്ന ഫീല്. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അത് മൊത്തം മുഴുക്കാൻ സമ്മതിക്കുന്നില്ല. അമ്മയ്ക്കില്ലേ മാര് ശല്യപ്പെടുത്തില്ല, പറയട്ടെ. അല്ലേ, മിണ്ടരുത്. ഇതെല്ലാവരും ഇന്ന് സ്കൂൾ ടൈമിലല്ലേ പ്രിൻസിപ്പൽ ലാലേട്ടൻ വന്നു. പറയൂ. ആ. എന്നിട്ട് വിഷ്ണുലോകം, എന്നിട്ട് സുമേഷേ ശല്യപ്പെടുത്തരുത്. പുള്ളി സമയപരിമിതികളുണ്ട്, പ്രഭാഷണം കുറയ്ക്കണമെന്ന്. നിർത്ത്. ആ പുള്ളി പറയട്ടെ. Excuse പുള്ളി me. പറയാൻ സമ്മതിക്കും. ലാലേട്ടൻ ഒന്നും കൂടെ വരുത്തിക്കോട്ടെ നിങ്ങൾക്ക് അവൻ തുറന്നൊന്നുകൂടി വരണം. വൺ ലൈൻ വിഷ്ണു ലോകത്തും തുടങ്ങട്ടോ. കൈ ഊരി പോവാൻ സാധ്യതയുണ്ട് ചെയ്തിട്ട്. ഇത് കഴിഞ്ഞ് നാടകമുണ്ട്. ലാലേട്ടൻ വന്നിട്ട് വന്നിട്ട് ലാലേട്ടൻ വന്ന് പേയ്മെന്റ് മേടിച്ചോണ്ട് പോയി. അല്ല, എന്താണ് അനുഭവങ്ങൾ? 10 മണി വരെ മൈക്ക് സാങ്ഷൻ ഉള്ളൂ. അതിലെ ലാല് വന്നിട്ട് പോയി. പിന്നെ വേറെ മുരളിയും വന്നായിരുന്നു, മുരളിച്ചേട്ടനും വന്നായിരുന്നു, ജഗദീഷ് ചേട്ടനൊക്കെ. ഇന്നിനി വയ്യ, നാളെ വന്നും ബാക്കി വാങ്ങിച്ചോളാം. ഇവിടെ ഇരിക്കുന്നത് ആ ബുദ്ധി. എല്ലാരും ലിഗ്മെന്റിന് പ്രോബ്ലം ഉണ്ട്. പെട്ടെന്ന് എണീറ്റോളൂ. ശരി, ശരിക്കും പറഞ്ഞ ഏത് മേഖലയിലും ശരിക്കും കൈവയ്ക്കാത്തൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. പിന്നെ ചിത്രഗീതം ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലേ? ചിത്രഗീതത്തിലെ ഹോസ്റ്റ് ആയിരുന്നു. നീ അനുഗ്രഹം മേടിക്കും. ചിത്രത്തിൽ ആങ്കർ ആയിട്ടുണ്ട്. കുട്ടി ആങ്കർ ആവാൻ ഭയങ്കര ആഗ്രഹമാണ്. ആങ്കറിങ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അമ്മയുടെ ഷോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അമ്മാ ഷോ ആങ്കർ എന്ന് പറഞ്ഞാല് ഇവക്കടെ അമ്മയുടെ 60ാമത്തെ പിറന്നാള് കേക്ക് കെട്ടിയത് ഇവളാണ് ആങ്കറിങ്. അച്ഛനെ കോട്ട കെട്ടി ഇൻവൈറ്റ് ചെയ്തത് ഇവളല്ലേ? അമ്മയുടെ ലൈഫ് മെമ്പറാണ്. ആദ്യം അമ്മ തുടങ്ങിയ സമയം തൊട്ട് ഐ ആം ദ മെമ്പർ. ഞാനിപ്പോ മോള് അപ്പൊ ജനിച്ചിട്ടുണ്ടോ? ഞാൻ ലേറ്റസ്റ്റ് അമ്മയാണ്. ഞാൻ ഇപ്പോഴത്തെ ട്രെൻഡി അമ്മയാണ്. ട്രെൻഡി അനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന അമ്മ എന്ന് പറഞ്ഞപ്പോഴാണ് മക്കള് സ്വത്ത് എന്നാണ് മാം തന്നെ വിശേഷിപ്പിക്കുന്നത് കേട്ടോ. ഞണ്ടുകളുടെ നാട്ടിലെ ആ ഒരു ഇടവേളയിൽ അതിലത്തെ അമ്മയും റിയൽ ലൈഫിൽ അമ്മയെ പറ്റി പറയൂ. എത്രത്തോളം സാമ്യമുണ്ട്? ചില്ലാണോ? അതിനകത്തൊരു ഒരു സംഭവം പറഞ്ഞാൽ അല്ല, ഞാൻ ഇവന്മാരിവിടെ ഇരിക്കും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഏത് ഞണ്ടുകളുടെ കുറിച്ചാണോ? അതിലമ്മയും റിയൽ ലൈഫിലെ രണ്ടുപേരുടെ അമ്മയും. ഞാൻ സ്ട്രിക്റ്റ് ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഞാൻ എൻ്റെ കുട്ടികളുടെ കൂടെ ശരിക്കും ചിൽ ഫ്രണ്ട്സ് ലൈൻ തന്നെയാണ്. കാരണം ഇന്നത്തെ പിള്ളേരുടെ അടുത്ത് നമ്മൾ അങ്ങനെ ചേർന്ന് സംസാരിച്ച് ആ രീതിയിൽ നിന്നില്ലെങ്കിൽ നമ്മൾ അവർ മാറ്റിയിരുത്തത്തേ ഉള്ളൂ. സോ ഐ ലൈക്ക് ടു ബി ഫ്രണ്ട്ലി വിത്ത് ദം. മാത്രമല്ല ഇന്നത്തെ ജനറേഷൻ പിള്ളേരായതുകൊണ്ട് വി ക്യാൻ ലേൺ എ ലോട്ട് ഫ്രം ദം. ആൻഡ് നമ്മൾ അപ് ടു ഡേറ്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് നിൽക്കാമല്ലോ. സോ ദാറ്റ് വേ ഐ എം ചില്ലമ്മ. ചില്ലമ്മയാണ്. റിയൽ ലൈഫിലും നേരെ കുട്ടനാടൻ മാർപ്പാപ്പയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിലും അതിലും അതെ, വളരെ ഞാൻ തഗ് അവിടെ എന്തായാലും ഉപയോഗിക്കും. കാരണം അങ്ങനത്തെ ഒരു അമ്മ തന്നെ ആയിരുന്നു. സെറ്റിലൊക്കെ എങ്ങനെയായിരുന്നു? ആരെങ്കിലും ഒക്കെ പുതിയ ആർട്ടിസ്റ്റായിട്ട് ഞാൻ അഭിനയിക്കുമ്പോൾ റീസെന്റ് ആയിട്ട് മീര ജാസ്മിൻ്റെ കൂടെയാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഷീ വാസ് ദ ഫസ്റ്റ് ഷീ ലുക്ക്ഡ് അറ്റ് മീ. എന്നിട്ട് പറഞ്ഞു, മാം ഭയങ്കര ചില്ലാണല്ലോ, മാം ഭയങ്കര കൂളാണല്ലോ. ഐ എം ലൈക്ക് ദിസ്, ഐ ഡോണ്ട് പുട്ട് ഇറ്റ് ഓൺ. അത് ബേസിക്കലി എൻ്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. കാരണം അന്ന് മലയാളം ഒട്ടും അറിയാത്തതുകൊണ്ട് ഒന്നും മിണ്ടില്ലായിരുന്നു, ഭയങ്കര റിസർവ്ഡ് ആയിരുന്നു. പക്ഷെ വീട്ടിൽ അങ്ങനെയല്ല. എന്നാലും വീട്ടിൽ അല്ലെങ്കിലും സെറ്റിലൊക്കെ ആവുമ്പോൾ ഒരു പുസ്തകം, അന്നൊക്കെ ഫോണൊന്നും ഇല്ല, പുസ്തകമൊക്കെ വെച്ച് ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളായിരുന്നു. അപ്പോ സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ ഈ ഒരു വേദിയില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം, അതിലേറെ അഭിമാനം കേട്ടോ. കാരണം മാമിന്റെ ഒരു പ്രസൻസ് അത് ശരിക്കും നമ്മുടെ ഷോനെ അത്രയും ഒരു ഗ്രേറ്റ്ഫുൾ ആക്കുകയാണ്. താങ്ക് യു സോ മച്ച് ആൻഡ് വി വെൽക്കം യു മാം. അപ്പൊ എന്തായാലും നമുക്ക് തുടങ്ങാം അല്ലേ? ഓക്കെ മാം. ഇതില് സെലിബ്രിറ്റി ഗസ്റ്റ് കം ഒരു ജഡ്ജിന്റെ റോളും കൂടെ ഉണ്ട്. ഇവിടെ കള്ളത്തരം അടുത്ത് കൂടെ പോവാത്തവരെല്ലാവരും. അപ്പൊ ചില ഗെയിംസ് ഒക്കെ കളിക്കുമ്പോൾ ചിലർ കള്ളത്തരം ഒക്കെ കളിക്കും. അത് കറക്റ്റ് ആയിട്ട് പിടിക്കണം കേട്ടോ. എല്ലാവരും അവരുടെ ഇരട്ടി വയസ്സ് താഴെയായിട്ട് കുട്ടിത്തോണെന്ന് മൊത്തത്തിലുള്ള തീം എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്തേക്ക് എല്ലാവരും ചൈൽഡ്ഹുഡ് മെമ്മറിയിലേക്ക് നമ്മൾ തിരിച്ചു പോവാണ്. ഈവൻ നമ്മുടെ ഗെയിം വരെ
അപ്പോൾ അത്തരത്തിലുള്ള ഒരു ടാസ്കിലേക്കാണ് നമ്മൾ ഇനി പോവാൻ പോകുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തല്ലോ. ഇതാണ് കുട്ടിത്തം. തുളുമ്പുന്നു. നല്ല കുട്ടിത്തം അല്ലേ ചേച്ചി? മിസ് കോമഡി. ആ ബട്ടൺസ് തെറ്റിച്ചിട്ടേക്കണ അതാ കോമഡി. ജെസ്സിയിലേക്ക് ഒരു കോംബോ വേണമെന്ന് ചിരട്ടക്കോണത്തിട്ടടിക്കണം. അത് മതിയാ? വേണ്ട ചേട്ടാ, വേണ്ട ചേട്ടാ. ജെസ്സില മലയാളി അല്ല കേട്ടോ മാം, നോൺ മലയാളിയാണ്. ഇതൊക്കെ സുന്ദരിയാണ്. ഇവിടെ വന്നിട്ട് നന്നായിട്ട് മലയാളം പറയും. രാവിലെ കണ്ട ഉടനെ വിളിക്കും ചേട്ടേ. ചേട്ടാന്ന് കുട്ടി വിളിക്കാൻ ശ്രമിക്കുന്നതാണ്, പക്ഷെ ടായിലേക്ക് എത്തിയിട്ടില്ല. ചേട്ടേ. അപ്പൊ ഇവരോടൊത്തൊന്ന് കന്നഡ സംസാരിക്കാൻ പറ. മോളുടെ മലയാളം ഒരുപാട് ഇവര് കളിയാക്കുന്നു. ಅಪ್ಪ ಕನ್ನಡದಲ್ಲಿ ಒಂದು ಸಂಸಾರಿಸಿ ಹೋಗು. ಈ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಭಾಗವಹಿಸಿದಲ್ಲಿ ನನಗೆ ತುಂಬಾ ಸಂತೋಷ ಇದೆ. എനിക്ക് ഇവിടുന്ന് ശമ്പളം ഒന്നും കിട്ടില്ലേലും എനിക്ക് പ്രശ്നമില്ല. മുമ്പേ പോണത് പറഞ്ഞു വിടായിരുന്നാ മതി. ഞാൻ പറഞ്ഞത് പറയോ? അത് പറ. മാം സംസാരിക്കുമല്ലോ. മാം കന്നഡ സംസാരിക്കേ? ഞാൻ പറയാം പറയും. ನೀವು ಮುಸ್ಕೊಂಡು ಅಲ್ಲೇ ಕುತ್ಕೊಳ್ಳಿ. ಕರೆಕ್ಟಾ ಮೇಡಮ್? ನನಗೆ ಅಷ್ಟೆಲ್ಲ ಗೊತ್ತಿಲ್ಲ. ಸ್ವಲ್ಪ ಬರುತ್ತೆ. ಎಲ್ಲರೂ ಚೆನ್ನಾಗಿದ್ದಾರೆ, ಮಾತಾಡ್ತಾರೆ. ಅದು ಅವರು ಚೆನ್ನಾಗಿ ಮಾತಾಡ್ತಾರೆ. ಅದಕ್ಕೆ ನನಗೆ ಖುಷಿ ಆಗುತ್ತೆ. എല്ലാരും നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് സന്തോഷമാണ്. എക്സ്ക്യൂസ് മീ, ഞാൻ ഒന്ന് കന്നഡത്തിൽ ಮಾತಾಡಿಕೋಟೆ. ಓಕೆ, ಮಾತಾಡು. ನೀಕು ಕನ್ನಡ ಅರ್ಥ ಆಗೋದು, ಮಾತಾಡಕ್ಕೆ ಗೊತ್ತಿಲ್ಲ. ಹೌದಾ? ಊಟ ಮಾಡಿದ? ಊಟ ಮಾಡಿದ್ದೀನಿ. എന്നെ പദാർത്ഥ ഇഡ്ഡലി. ഇഡ്ഡലി എല്ലാം മനസ്സിലായിട്ടോ? എന്ത് കഴിച്ചു എന്ന് ഇവിടുന്ന് ചോദിച്ചു, അവിടുന്ന് ഇങ്ങോട്ട് പറഞ്ഞു ഇഡ്ഡലി കഴിച്ചു എന്ന് പറഞ്ഞു. നീ കന്നഡയില് ഈ പരിപാടി ആങ്കർ ചെയ്താൽ എങ്ങനെ സ്റ്റാർ മാജിക് കന്നഡയിൽ വന്നാൽ അങ്ങനെ ഓഫർ വരാന്നുള്ളത് പറയാൻ പറ്റില്ല. ഓഫർ വരൂല. എന്തും പറഞ്ഞോ, ഇത് ആർക്കും മനസ്സിലാവും, ചേച്ചിക്ക് മാത്രം. നീ മലയാളത്തിൽ നിൽക്കണ്ട, നീ കന്നഡ പോണം. നിങ്ങൾക്ക് ആർക്കും കന്നഡ അറിയോ? ഓക്കെ, എന്നാ ഞാൻ ചെയ്യാം. ശരി, ഓക്കെ. കന്നഡയിലുള്ള ഒരു ആങ്കറിംഗ്. കന്നഡയിൽ വന്ന ഫ്ലവേഴ്സിന് എന്ത് പേരിടും? പൂക്കടിക്ക. ഓക്കെ, കൊത്തലു. ಮೇಘ ಕನ್ನಡಿಗ ಮಕ್ಕಳೇ, ನೂಕು ಪೂಕಡ ಚಾನಲ್ಗೆ ಹಾರ್ದಮ ಸ್ವಾಗತ. ಹುತ್ಕೊಳ್ಳಿ. ನೀಕು ಕನ್ನಡ ಅರ್ಥ ಆಗದೆ ಮಾತಾಡಕ್ಕೆ ಗೊತ್ತಿಲ್ಲ ಚಾನಲ್ಗೆ, ಪೂಕಡಿಗ ಚಾನಲ್ಗೆ ಸ್ಟಾರ್ ಮ್ಯಾಜಿಕ್ ಶೋಕ್ಕೆ ಹಾರ್ದಮಾಯ ಸ್ವಾಗತಲು. സ്വാഗതലൂവോ? അത് സ്വാഗതലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെലുങ്കായി പോയില്ലേ? അല്ലല്ല, ഞാൻ ബോർഡറാ. ചുരുക്കി പറഞ്ഞാൽ കന്നഡയിലും ക്ലച്ച് പിടിക്കില്ലെന്നർത്ഥം. ഇനി നീ വലിയ വായിൽ വർത്തമാനം പറഞ്ഞാൽ നിന്റെ കാലയിൽ പിടിച്ച് ഞാൻ ആ ഭിത്തിയിലടിക്കും. ഇനി നമുക്ക് ഇങ്ങനെ ലാഗേഷ് ആക്കണ്ട. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. സ്കൂളിൽ നമുക്കൊരു ബ്രേക്ക് കിട്ടി സംസാരിച്ചോണ്ടേ ഇരിക്കുമല്ലോ. Okay, let's start the game then. Come on. Okay. Come on guys. Yes. No wasting time. Okay. Once again, welcome all of you. It is Star Magic. Ini our Guna. ചെയ്യണതൊക്കെ ഓക്കെ. സുമ ആലോചിച്ചിട്ടുണ്ടോ വീട്ടിൽ പോയിട്ട് കുട്ടികളുടെ മുന്നിലേക്ക് മുഖത്തോട് മുഖം നോക്കണ ഒരു സീൻ? വീട്ടിൽ പോയിട്ട് കുട്ടികളുടെ മുമ്പിൽ ആ നാട്ടുകാരെ മുഖത്ത് നീ എങ്ങനെ നോക്കണം? സത്യം പറ, ഇതിലാരുടെ അണ്ണാറക്കണ്ണൻ? മലയണ്ണാറക്കണ്ണന്മാരാണ്. പക്ഷെ എന്തോ ഈ ചേഞ്ച് എന്തിനാ ഈ അണ്ണാറക്കണ്ണൻ? അലൈൻമെന്റ് അങ്ങോട്ട് കറക്റ്റ് ആവുന്നില്ലേ? ഓ, അലൈൻമെന്റ് കറക്റ്റ് ആയപ്പോ ഡാൻസിന്റെ ആ ഒരു സ്റ്റെപ്പ് അല്ലേ നമ്മൾ അലൈൻമെന്റ് ഒക്കെ ശരിയാക്കിയത് മതി, പോയിരിക്കും. ഇവര് 2 ടീം മെമ്പേഴ്സ് ആണ്. ഒരു ഗെയിം കളിക്കാൻ വേണ്ടിട്ട് അബദ്ധവശാൽ ഇവരൊന്ന് വിളിച്ചപ്പോ ഇവരതൊരു ഡാൻസ് ആക്കി മാറ്റി. സ്റ്റാർ മാജിക്കില് നമ്മൾ രസകരമായിട്ടുള്ള ഒരു ഗെയിമിലേക്കാണ് പോവാൻ പോണത്. ആ ഗെയിമിന്റെ ഭാഗം ഇന്ന് എല്ലാവരും മാറിപ്പോയോ? എക്സ്ചേഞ്ച്. ആ ബിനീഷിന്റെ മുഖത്തേക്കൊന്ന് നോക്കി, അവൻ എന്തൊക്കെയോ വിഷമം അങ്ങനെ എന്താ ടീം? ആദ്യം പുള്ളി പാൻറ്റൊക്കെ ഇട്ട് വന്നാ ഓൾ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആൻഡ് മദേഴ്സ് എന്നല്ലേ? അപ്പോ നമ്മൾ ഇനി ഒരു ക്യൂട്ട് ആയിട്ടുള്ള
ഒരു ഗെയിമിലേക്കാണ് പോവാൻ പോണത്. ഇപ്പൊ ഏത് ടീമാണ്? ഇപ്പൊ ഒരാള് മഞ്ഞ കളറ്, ഒരാള് ചുമപ്പ്, അപ്പൊ അവിടെ മഞ്ഞ പാന്റ്, പിന്നെ ഇവിടെ അപ്പൊ ഏത് ടീമിന് പ്രത്യേകിച്ച് യൂണിഫോം ഒന്നുമില്ല. നമ്മൾ വെറുതെ ഒരു ജേഴ്സി പോലെ അവരുടെ കംഫർട്ടിന് വേണ്ടിട്ട് ഒരു ടീഷർട്ട്. അല്ല, പക്ഷെ അത് മഞ്ഞ ആയതുകൊണ്ട് ചോദിച്ചേ ഉള്ളൂ. അത് ഫുൾ തലതിരിവാ. അത് അഴിച്ചു വിട്ടേക്കണം. തങ്കച്ചൻ ഗെയിമിന് വന്നല്ല, ഇത് കഴിഞ്ഞിട്ട് സിമെന്റ് ഇറക്കാനുണ്ട് ബൈക്കിൽ. ശരി, അപ്പൊ സ്റ്റാർ മാജിക്കിൽ നമ്മളൊരു ചെറിയ ഗെയിമിലേക്ക് പോവാൻ പോവാ. ശരിക്കും കുട്ടിക്കാലം ചൈൽഡ്ഹുഡ് ഉണ്ടായിട്ടുണ്ടോ? ഈ 16 ഇയേഴ്സിലൊക്കെ ലൈക്ക് ഫിലിമിലൊക്കെ വന്നപ്പോ പിന്നെ അങ്ങനെ ആഘോഷിക്കാൻ പറ്റിയിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ജനറേഷൻ ഏറ്റവും കൂടുതൽ ഔട്ട്ഡോർ ഗെയിംസ് എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ജനറേഷൻ തന്നെയാണ്. അടിപൊളി. അത് ബിക്കോസ് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാലും നമ്മൾ ഇന്നത്തെ പോലെ ഈ പിള്ളേർ ഐപാഡും കാര്യങ്ങളും ലാപ്ടോപ്പും പോലെ അല്ലല്ലോ. അപ്പൊ നമുക്ക് എപ്പോഴും പുറത്തിറങ്ങുക, കളിക്കുക. സ്കൂളിലാണെങ്കിലും ഔട്ട്ഡോർ ഗെയിംസ് ആണ്. പിന്നെ ഇതുപോലത്തെ ആണെങ്കിൽ പാർക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും. ലക്ഷ്മി ചോദിക്കാൻ പോയത് 16 വയസ്സിൽ മാം ഓൾറെഡി വന്നല്ലോ സിനിമയില്, അപ്പൊ നിങ്ങൾക്ക് കളിക്കാനൊക്കെ പറ്റിയോ ആ സമയത്ത്? നല്ല ചോദ്യം. 100% പറ്റി. കാരണം 16 വയസ്സിൽ ഞാൻ ഒരു പടം അഭിനയിക്കാൻ വന്നു എന്ന് വെച്ചാൽ ആ ഒരു പടം കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിൽ പോയി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം എന്ന് തന്നെയായിരുന്നു നമ്മുടെ ജോലിയും സാധാരണ നമ്മൾ സ്കൂളിൽ പോകുന്നതെല്ലാം. ബട്ട് ഒരു പടം കഴിഞ്ഞപ്പോൾ അടുത്ത പടം വന്നു, അടുത്ത പടം അങ്ങനെ. എന്നാലും ഞാൻ ഗ്രാജുവേറ്റ് ആട്ടോ, ഞാൻ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തതാണ്. നീ എത്രയിൽ പഠിച്ചപ്പോ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നില്ല ഞാൻ. 16 വയസ്സിൽ നീ എന്താണ് ചെയ്തോണ്ടിരുന്നത്? അതിപ്പോഴും 16 വയസ്സല്ലേ? 16 തിരിച്ചിടണം. അല്ല, 16 തിരിച്ചിട്ടാ ഓക്കെ. അതിന്റെ പകുതിയാ, 31 ഉണ്ട്. ഞാനേ ഈ 16ന്റെ വാർഷിക പെൻഷൻ കിട്ടി തുടങ്ങി. മാം പറഞ്ഞ 16ന്റെ ഫ്രണ്ടില് ഞാൻ അതിന്റെ കൂടെ ഒരു മധുരയും കൂടെ ചേർക്കാൻ പോവാ. മധുര 16. മധുരക്കിഴങ്ങാണ് ചേരുന്നത്. ബാലൻസ് ആയിട്ട് പറയേണ്ടത് കിഴങ്ങൻ. അന്നത്തെ കാലഘട്ടങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂടുതലും പഠിത്തം. എനിക്ക് ഒരാളുടെ കാര്യത്തിൽ ഒരു ജിജ്ഞാസ ഉളവാകുന്നു. അദ്ദേഹത്തിന്റെ 16 വയസ്സിൽ എന്തായിരുന്നു അദ്ദേഹം എന്നറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഞാൻ 16-ാം വയസ്സിൽ 10ാം ക്ലാസ് തോറ്റ് പണിക്കുവാൻ തുടങ്ങി. 10ാം ക്ലാസ് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ തോറ്റ് അത് കുറെ തവണ എഴുതിയോ? തോക്കോന്ന് എനിക്കറിയാറുണ്ട്, അതുകൊണ്ട് പ്രാവശ്യം എഴുതിയുള്ളൂ. ശരി. ഇപ്പൊ ടീമിനെ സംബന്ധിച്ചിടത്തോളം ചില ജീവിത സാഹചര്യങ്ങൾ കൊണ്ടൊന്നും പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. എനിക്കും അതെ, എനിക്ക് ജീവിത സാഹചര്യം എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഞാൻ BA വരെ എത്തിയപ്പോ ഞാൻ പിന്നെ പഠിത്തം നിർത്തി. BA ഒന്ന് ഫുൾ ഫോം പറയൂ. BAയുടെ ഫുൾ ഫോം പറയൂ. ബീന ആന്റണി. ശരി, ഓക്കെ. നമ്മളിപ്പോ ഇനി ഒരു ചെറിയ ഗെയിമിലേക്ക് പോവാൻ പോവാണ്. പണ്ടത്തെ കുട്ടിക്കാലമൊക്കെ നമുക്ക് കൈവറക്കാട്ടോ. അവിടെ പാർക്കിൽ പോവാറുണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ ജസ്റ്റ് നമ്മളൊന്ന് സ്ലൈഡ് ചെയ്ത് വരാൻ വേണ്ടി പോവാണ്. ഈ ഒരു ഗെയിം എങ്ങനെ കളിക്കണേന്ന് പറഞ്ഞാൽ ഒരു ടീമിൽ നിന്ന് ഒരാൾ, അതായത് ഈ ടീമിൽ നിന്ന് ഒരാൾ, ഈ ടീമിൽ നിന്ന് ഒരാളായിരിക്കും ഗെയിം കളിക്കേണ്ടായിരിക്കും ഇനീഷ്യലി. അവിടെ നിന്ന് ഒരു ബലൂൺ നമ്മൾ എടുക്കുന്നു. ആ ഒരു ബലൂൺ എടുത്തുകൊണ്ട് എന്താ സുമയുടെ പ്രശ്നം? എന്തായിരുന്നു അതിനി പറഞ്ഞിട്ട് മതി. ഇവിടെ വന്ന് നിക്കുക, എന്നിട്ട് വായ ഇങ്ങനെ ഒറ്റയ്ക്ക് അടച്ചു പിടിക്കുക. വരല്ലേ, ചാടല്ലേ. മാഡം പാർക്കിൽ പോ, തങ്കച്ചൻ പറക്കാൻ പോകുന്ന ഞാൻ പറയാൻ വന്നു. ഉമേഷ് എങ്ങനെ തടവെടുത്തിട്ട് പടുകുഴിയുടെ അങ്ങറ്റത്തേക്ക് പോയിരിക്കുകയാണ്. ഉമേഷേ പാർക്കിൽ പോകാറുണ്ട്. പുള്ളിയുടെ നമ്പറൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ദിനേശിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയോ? മഞ്ഞുമൽ ബോയ്സിലെ ഗുഡാഖേവിൽ എന്ന് പറയുന്ന ആ ഗർത്തമില്ലേ, അതിൽ പെട്ട് കിടക്കുകയാണ്. വിഷ്ണു ലോകം ഇത്ര കൂടെ മുങ്ങാനുള്ളൂ, എനിക്കത് മതി. നമ്മള് സ്റ്റാർ മാജിക്കില് ഇനി പോവാൻ പോണ ഗെയിമില് ഓരോ ടീമിൽ നിന്ന് ഓരോ മെമ്പേഴ്സ് ആയിരിക്കും ഒരു ഗെയിം കളിക്കാൻ വരണ്ടായിരിക്കും. ഇവിടെ നിന്ന് ഒരാൾ വരുന്നു, അവിടെ നിന്ന് ഒരു ബലൂൺ എടുക്കുന്നു. ബലൂൺ എടുത്തിട്ട് നമ്മൾ പാർക്കിൽ പോയിട്ട് നമ്മളെ കേറ്റില്ല, ഇങ്ങനെ ഒഴുകിയിട്ട് നമ്മളെ ടീമിൽ മെമ്പർ ഇല്ല, കൗൺസിലർ വന്നാൽ മതിയോ? പഞ്ചായത്ത് ആത്മാർത്ഥമായിട്ട് പറയണം, ഇനി ഈ പുള്ളിയായിട്ട് കോമ്പോ ചെയ്യണമെന്ന് വല്ല താല്പര്യമുണ്ടോ? സത്യം പറഞ്ഞാൽ മതി. അല്ല, തങ്കുചേട്ടന്റെ ഫാനാ ഞാന്. ഓ, എന്ത് കാട്ടിക്കൂട്ടിയാലും കുഴപ്പമില്ല. അതാണ് അവിടെയാണ് ആത്മാർത്ഥ സ്നേഹം. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ഇവിടെ നിന്ന് ഒരാൾ വരും, അവിടെ നിന്ന് ഒരാൾ വരും. ഒരു ബലൂൺ നമ്മൾ എടുക്കുന്നു. ബലൂൺ എടുത്തതിന് ശേഷം നേരെ മോളിൽ കയറിയിട്ട് ഒഴുകി ഇങ്ങനെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്ലൈഡ് ചെയ്തതിന് ശേഷം അവിടെ നമ്മൾ കുറച്ച് ടേപ്സ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ആദ്യത്തെ ബലൂൺ ആദ്യത്തെ ടേപ്പിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്യുക. അങ്ങനെ അടുത്ത ആൾ വരുന്നു, സെക്കൻഡ് വൺ, തേർഡ് വൺ, ഫോർത്ത് വൺ, അങ്ങനെ നമ്മൾ ഫുൾ സ്ലൈഡ് ചെയ്ത് വന്നിട്ട് ഓരോന്ന് ഒട്ടിച്ചതിന് ശേഷം ഈ അറ്റത്തുനിന്നേ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും സ്ലൈഡ് ചെയ്ത് വന്നിട്ട് ഇരുന്ന് പൊട്ടിക്കുക. ഏറ്റവും ലാസ്റ്റ് ഈ വലിയ ബലൂൺ പൊട്ടിക്കുന്ന ടീമായിരിക്കും. ആദ്യം പൊട്ടിക്കുന്ന ടീമായിരിക്കും ജയിക്കാൻ പോകുന്നത്. പറഞ്ഞ് ചാടി ബലൂണെ കയറരുത്, മേളിൽ നിന്ന് എടുത്തോണ്ട് വരേണ്ടി വരും. ഈ ഗെയിമിന്റെ പേര് വീണിടം വിഷ്ണു ലോകം.
കിളക്കി. അയ്യോ ഞാൻ കൈയടിക്കുകയും ചെയ്തു. അത് ഞാൻ താഴെ പോകാനുള്ള സാധനമായിരുന്നല്ലോ അത്. ശരി, അപ്പൊ സ്റ്റാർ മാജിക്കില് നമ്മൾ ഇനി പോവാൻ പോണ ഗെയിമിന്റെ പേര് അതിന്റെ മതിയോ? മതി മതി. അതുകൊണ്ട് തന്നെ ഇതായി നിൽക്കുന്ന സാ- മൂവിംഗ് ഓൺ ടു ദി ഗെയിം ആൻഡ് ദാറ്റ് ഈസ് വീണിടം വിഷ്ണുലോകം. ഓരോ മെമ്പേഴ്സ് വന്നോളൂ. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. അതൊക്കെ വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, അടുത്താള്. ആഹാ, അയ്യോ ഇത് ആരാ? അമ്പടാ ജസീലായിരുന്നു. ശ്രീവിദ്യ ഓടി ഓടി ഓടിയാ ഓടി 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 ഓടി. ഓ പൊട്ടിച്ചോ? ഓടെ ഓടെ ഓടെ. ഇവിടെ 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 വേണ്ട വേണ്ട. അപ്പോ ഓടിക്കോ 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 ഓടിക്കോ. അയ്യോ വള്ളംകളിയാണോ? അയ്യോ അന്നാച്ചോക്ക പുറകെ മിസൈൽ വന്നു. മിസൈൽ ഓടിച്ച വീട്. ഓടെ 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 ഓടെ. ഞങ്ങളെ ടീം തോറ്റാലും വിട്ടില്ല. അയ്യോ യെസ് യെസ് യെസ്. ഓക്കെ 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 ഓക്കെ. പിടിച്ചോ അന്നാച്ചോക്ക അയ്യോ ഇനി അതോട്ടിക്ക്. അയ്യോ 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 കൊണ്ടുവാ കൊണ്ടുവാ. നിങ്ങൾ തോറ്റു. ഈ ഗെയിമിൽ തോറ്റെങ്കിലും നന്നായിട്ട് കളിച്ചു മോളെ. സൂപ്പർ. ഇവിടെ ഞങ്ങൾ അഭിനന്ദിക്കണ്ടേ? എടുത്തു പറയണം കേട്ടോ, ഈ ടീമിലെ ബെസ്റ്റ് പ്ലെയർ ആയിട്ട് നമ്മുടെ സുസ്മിതയാണ്. ഗംഭീരായിട്ട് ഗെയിം കളിച്ചു. ആൻഡ് ആ ടീമിലെ മാൻവി എനിക്കൊന്ന് അഭിനന്ദിക്കണം എന്നുണ്ട്. കാരണം എങ്ങനെയാണ് ഇങ്ങനെ ദേഹം ഇളകാതെ ഗെയിം കളിച്ച് ഇത്രയും ബ്രില്യന്റ് ആയിട്ട് ആ ഒരു പ്ലേ ചെയ്യാൻ പറ്റും? അല്ല അതിനെ ഗൾഫ് ഷോയ്ക്ക് ഫ്ലൈറ്റിൽ പോണവര് മാൻബി പോണം. ഈ ടീമിൽ നിന്ന് നമ്മൾ അന്നെ ബെസ്റ്റ് പ്ലെയർ ആയിട്ട് സെലക്ട് ചെയ്യാണ്. അന്ന എന്താ പറയാ, തെറിച്ചിട്ടൊക്കെയാണ്. വഴി മാറി നിന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. അടിപൊളി, ഗംഭീര പ്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഗേൾസ് ടീമിന്റെ ഈ ഒരു പെർഫോമൻസ്, ഈ ഒരു ഗെയിം? വളരെ ഇന്റൻസ് ആയിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ ശ്രദ്ധിച്ചിങ്ങനെ അല്ലേ, എല്ലാവർക്കും കൂടി ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇത് കാണുമ്പോൾ. നിങ്ങൾ മനസ്സിലാക്കണം, നത്തോലി ചെറിയ മീനല്ല. അതായിക്കോട്ടെ. പക്ഷെ തിരിച്ചു പറയാനുള്ളത് കൗണ്ടറടി ഒക്കെ ഓക്കെ. അടുത്തതായിട്ട് നിങ്ങൾ ചേട്ടന്മാരാണ് ഇത് കയറേണ്ടത്. കാണ്ടാമൃഗം അത്ര ചെറിയ മൃഗമല്ല. ഓൾ ദി ബെസ്റ്റ്. നമുക്ക് നോക്കാം ആരാ ജയിക്കാൻ പോകുന്നെന്ന്. ചുണക്കുട്ടന്മാരെ ഇതാ അങ്കത്തട്ടിലേക്ക് നമ്മൾ ഇതാ ഇറക്കാൻ പോവാണ്. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. പതുക്കെ പതുക്കെ. വേഗം വേഗം വേഗം. ഓ സൂപ്പർ മാവേ. ഉല്ലു ഉല്ലു വേഗം. ആ ആ ആ. ഓ ഓ
സൂപ്പർ. ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ മാത്രല്ല അവിടെ കേട്ടോ ഒരു ക്ലോസ് വെച്ച മാമിന്റെ ഫേസ് കാണാം. ഭയങ്കര എന്റർടൈനിങ് ആയിരുന്നു. താങ്ക് യു. വെൽ ഡൺ, വെൽ ഡൺ. തങ്കു ആകെ വയ്യാതായി പോയി. തങ്കുന് വയ്യ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഈ ലാസ്റ്റിൽ ആ വലിയ വൈറ്റ് ബലൂൺ പൊട്ടിക്കണമെന്ന് എൻ്റെ ഒരു ആഗ്രഹം. പാത്രം എടുക്കട്ടെ. പക്ഷേ ഒരു ദുഷ്ടം പക്ഷേ ഈ ദുഷ്ടം വന്ന് പൊട്ടിച്ച് എനിക്കറിയായിരുന്നു എന്തെങ്കിലും ഒരു മനസ്സ് കാണിക്കുമെന്ന് എനിക്കറിയായിരുന്നു. ഈ ഒരു റൗണ്ട് കഴിയുമ്പോ ഇതിൽ ജയിച്ചിട്ടുള്ളത് അയ്യോ അയ്യോ. Congratulations to Ullas Pandalam and team. ഒരിക്കലുമല്ല. Congratulations to Thangachan Vidra and team. ജയിച്ചിട്ടുള്ളത് ഇവരുടെ ടീമാണ്. ബട്ട് നമ്മളിനിയിപ്പോൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകണം? ഒരു ഫ്രണ്ട്ലി മാച്ചിലേക്ക് പോവാണ്. ചിരിച്ച് മതിയായില്ല എന്നാണ് ഓഡിയൻസ് ആണെങ്കിലും മാം ആണെങ്കിലും ഇവൻ എൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും ഒക്കെ ഒന്നും കൂടെ മനസ്സ് തുറന്ന് ചിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓഡിയൻസ് ഇഷ്ടപ്പെട്ടോ? പോളി. യെസ്. നോ മോർ ഫൈനൽ പ്രിപ്പറേഷൻസ്. യുവർ കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. പുല്ല് വരുന്നുണ്ട്. പറഞ്ഞില്ലേ കുറച്ച് മേട്ടക്കുട്ടികളായതുകൊണ്ട് നമുക്ക് ഈ ഗെയിമിന്റെ ക്ലൈമാക്സിലേക്ക് പോവാൻ പറ്റില്ലതാണ്. ബട്ട് ആഫ്റ്റർ ഓൾ ലൈക്ക് എന്റർടൈനിങ് ആയിരുന്നോ? ഇത് തീർച്ചയായിട്ടും എന്റർടൈനിങ് ആയിരുന്നു. ലാസ്റ്റിൽ അതല്ല, ഈ ബലൂൺ എല്ലാം പൊട്ടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്തു. പച്ച ബലൂൺ വെയിറ്റ് ചെയ്തിട്ട് അത് കഴിയുമ്പോൾ ഉടനെ വീണ്ടും അതേപോലെ വൈറ്റ് ബലൂൺ പൊട്ടിച്ച് അത് വെയിറ്റ് ചെയ്ത് അത് ഞാൻ തന്നെ പൊട്ടിക്കും എന്ന ലൈനില്. ദാറ്റ് വാസ് റിയലി ഗുഡ്. ദാറ്റ് വാസ് എ ക്ലൈമാക്സ്. ക്ലൈമാക്സ് ആഫ്റ്റർ ഓൾ നമ്മൾ എല്ലാവരും മനസ്സറിഞ്ഞ് ചിരിച്ചു. സീരിയസ്ലി സെയിങ് കുട്ടിക്കാലത്തിലേക്ക് പോയി കളിച്ച് അന്നേക്ക് ഭയങ്കര എൻജോയ് ചെയ്തിട്ടാ കളിച്ചിരുന്നേ അല്ലേ? നിന്റെ കൊട്ടൻ ചുക്കാതെ എവിടെ ഇരിക്കുന്നത്?
ഇന്ന് മുതൽ എല്ലാ ചേട്ടന്മാരും ഗെയിം കളിക്കണം കേട്ടോ. ആൻഡ് വിഷ്വലി ഇത് വരുമ്പോൾ നിങ്ങൾ കാണണം. ഏറ്റവും കൂടുതൽ ഫീഡ്ബാക്ക് കിട്ടാൻ പോണം നിങ്ങൾക്കായിരിക്കും. അത്ര രസമായിരുന്നു, സ്വീറ്റ് ആയിരുന്നു. താങ്ക് യു. അപ്പൊ നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. സോ ഈ ഒരു ഗെയിം കഴിയുമ്പോൾ ഓൾറെഡി ഇതിൽ ലൈക്ക് തങ്കുന്റെ ടീമാണ് ഇതിൽ ജയിച്ചിട്ടുള്ളത്. ലാസ്റ്റ് നടന്ന ഒരു ഫ്രണ്ട്ലി മാച്ചാണ്. 2 ടീമും കൂടി ജയിച്ചോട്ടെ. 2 ടീമും ഈക്വലി വിന്നേഴ്സാണ്. ശരി, അപ്പൊ ക്ലൈമാക്സിലേക്ക് നമ്മൾ വരുമ്പോ നമ്മുടെ കിട്ടുവേട്ടൻ നമ്മുടെ മണിയുടെ ഫ്ലവേഴ്സിന്റെ ഗേറ്റിന്റെ പുറത്ത് വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1.5 മണിക്കൂറായി. അപ്പോ എന്താണ് സെക്യൂരിറ്റി ഗേറ്റ് വിട്ടിട്ടുണ്ടാവില്ല. അതെ, correct. അതാണ് ചെക്ക് ഇൻ പ്രോസസ്. അപ്പോ ഇത്രേ ഉള്ളൂ. ഈ പുള്ളിനെ ആരാ കയറ്റി വിട്ടെ? ചേട്ടാ പണിയൊക്കെ പുറത്ത്. കിട്ടുണ്ണിയല്ല, നിങ്ങൾ തെറ്റിദ്ധരിച്ചോ? മണ്ണുണ്ണിയാണ്. അപ്പക്കാള. എല്ലാവരെക്കാളും കൂടുതൽ മൈലേജ് ഇപ്പൊ നമ്മുടെ കിട്ടുവേട്ടനാണ്. കിട്ടുവേട്ടൻ എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ത്രൂ നമ്മളോട് മിണ്ടാനും സംസാരിക്കാനും പ്ലസ് ഇവര് എന്ത് കോപ്രായം കാണിച്ചാലും അത് സപ്പോർട്ട് ചെയ്ത് ലാസ്റ്റ് സമ്മാനമായിട്ട് വരണ ഒരാളാണ്. സോ ഇന്ന് ജയിച്ചിട്ടുള്ള ടീം ഇവരുടെ ടീമാണല്ലോ. അപ്പൊ ഇവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ട് കിട്ടുന്നേട്ടൻ വരുന്നുണ്ട്. വിളിച്ചാലോ നമുക്ക്? കിട്ടുന്നേട്ടാ, ഹലോ. എന്തൊക്കെയുണ്ട്? സോറി കേട്ടോ ലേറ്റ് ആയാല്. ഓടി വരൂ, അല്ല സോറി പറന്നു വരൂ. അല്ല കിട്ടുന്നേട്ടാ, വന്നൊരു താല്പര്യക്കുറവ് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം. പിന്നെ അവിടെ വന്നിട്ട് പിന്നെ എനിക്ക് മല മറിക്കാനൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ ഇപ്പൊ അങ്ങ് മല മറിക്കും. മറിച്ചിട്ട മല നൂത്ത് വയ്ക്കാൻ വന്നേണ്. ചേട്ടാ, ഞങ്ങളാണ് ജയിച്ചത്. കട്ടിക്ക് സമ്മാനം തരണേ. തന്നെ നീ 10ാം ക്ലാസ്സിൽ ആദ്യം എഴുതി ചെയ്യടാ. ഒരു പന്ത് പൊട്ടിച്ച് ജയിച്ചിട്ട് അവിടെ കിടന്ന് വെയിറ്റ് ഇടാൻ നടക്കണം. ഇവിടെ ഒരു പുതിയ ആള് വന്നിട്ടുണ്ട്. ഇവിടെ അടിമാലി എന്ന് പറയുന്ന ഒരാള്. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ഒന്ന് പരിചയപ്പെടുത്തിത്താ. ആളുടെ ഇരിക്കണു, കൈവക്ക്. ചേട്ടാ, ഹലോ അടിമാലി. വീണ്ടും അടികൊള്ളാൻ വന്നല്ലേ? പുള്ളി വെക്കേഷന് പോയിക്കായിരുന്നു. വെക്കേഷന്. കിട്ടുന്നു ചേട്ടാ, അറിഞ്ഞാ നമ്മളൊന്ന് മാറ്റി പിടിക്കാൻ തുടങ്ങി. എന്തെന്ന്? നമ്മള് സുസ്മിതാസനിലേക്ക് ഒന്ന് മാറ്റി പിടിച്ചു. തങ്കച്ചാ, നീ ഇനി ആരെ മാറ്റി പിടിച്ചാലും ഒരു രക്ഷയില്ല മോനെ. നീ ഇങ്ങനെ കരികരാ നടക്കേ ഉള്ളൂ. ചേട്ടാ, എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോ തന്നെ എന്താ സമ്മാനം നോക്കിയാ എല്ലാരും ഇരിക്കാറ്. ഇന്നലെ വെറൈറ്റി കൊണ്ടുവരാന്ന് പറഞ്ഞില്ലേ? ഇന്ന് എന്താ കൊണ്ടുവന്നിട്ടുള്ള സമ്മാനം? കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഉള്ള കീരവിത്തും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചേട്ടാ, അതെന്താ ചേട്ടാ, ഞങ്ങള് മത്സരിച്ച് ജയിച്ചല്ല ചേട്ടാ. ഞങ്ങള് കഷ്ടപ്പെട്ടല്ലേ. ഞങ്ങൾ നല്ല സമ്മാനം തന്നെ. കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് സ്വർണ്ണക്കോനെ കൊണ്ട് കൊടുത്തല്ലോ. നല്ല സമ്മാനമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ ശാന്തി ചേച്ചിനെ കണ്ടില്ലായിരുന്നോ? കണ്ട്. ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഇവര് വിഷ്ണുലോകം താത്തിറക്കി വെച്ചല്ലേ? വിഷ്ണുലോകം എവിടെ അറിഞ്ഞു? വിഷ്ണുലോകം ഞാൻ വിഷ്ണുലോകത്തിൽ നിറഞ്ഞു. ചേട്ടാ, ചേട്ടന് എങ്ങനെയാണ് ഇതിന്റെ ശമ്പളം? അങ്ങനെയൊന്നും ഇല്ലടാ. നിനക്ക് കിട്ടുന്നതിന്റെ വാഴ നനയുമ്പോ ചീരയും കൂടെ നനയും. കിട്ടുണ്ണേട്ടനെ പോലെ എനിക്കൊന്ന് ഏറി പോണം. ഞാൻ ഇതുവരെ ഏറി പോയിട്ടില്ല. നീ ഉടനെ ഏറി പോവും. അതിനുള്ള വകുപ്പ് നീ ഉണ്ടാക്കുന്നുണ്ട്. കിട്ടുന്നേട്ടാ, ഞാൻ കന്നഡ ലോകത്തേക്ക് ചുവട് വെക്കാൻ തീരുമാനിച്ചു. നിന്റെ ആങ്കറിങ്ങിനെ പറ്റി ഞാൻ കേട്ടു. ആദ്യം തത്തമ്മ പുത്തമ്മ എന്ന് തെറ്റാതെ ഒരു 10 പ്രാവശ്യം പറഞ്ഞു പടി. എന്നിട്ട് നീ ആങ്കറിങ്ങിൽ ഇറങ്ങ്. ഞങ്ങൾ ഇവിടെ ഒരു സംബന്ധമൊക്കെ നോക്കുന്നുണ്ട്. ആര്? കിട്ടും ചേട്ടന്. ആരാണ്? അടുത്തേക്കണേ. അവരുടെ അടുത്തോട്ട് വരല്ലേ, പറന്നു പോകുന്നു പറ. ഓരോ പ്രാവശ്യം വന്നിട്ട് സമ്മാനം തന്നിട്ട് അങ്ങ് പോവും. വരില്ല എന്ന് പറഞ്ഞു പോകും. പിന്നെ വീണ്ടും കയറി വരുന്ന എന്തിനാണ്? ഞങ്ങളെ കാണാനുള്ള ആവേശം കൊണ്ടാണ്. നിന്റെയൊക്കെ മോന്ത കണ്ട് ജനം മടുത്ത്. ഇനി കുറച്ചുകൾ ഈ മോന്ത പോട്ടെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷെ കിട്ടുന്നേട്ട സത്യം കേട്ടാ, കിട്ടുന്നേട്ടൻ വന്നതിന് ശേഷം ഭയങ്കര ഐശ്വര്യ, ഭയങ്കര റേറ്റിംഗ് അല്ലേ? പറ അങ്ങോട്ട്. സമ്മാനം സമ്മാനം കൊണ്ടുവരാം. വരൂ. പിടിച്ചോ. ചേട്ടാ, കിട്ടുന്നേട്ടന്റെ കിഡ്നിയാണോ ഇത്? അല്ല. എന്താന്ന് നോക്കട്ടെ. അല്ല, ജയിച്ചത് നിങ്ങളല്ലേ? കിട്ടുന്നേട്ടൻ ശ്രീവിദ്യ എടുത്തു. പുളിമുട്ടായി ശ്രീവിദ്യക്ക് കൊടുക്കൂ. എന്നിട്ട് ആ പുളി തിന്നോണ്ട് ആങ്കർ ചെയ്യൂ.
അത് കഴിഞ്ഞ് അടുത്ത പ്രാവശ്യം ഇഞ്ചി കൊണ്ടുവരാ. ഇഞ്ചി കടിച്ച് ആങ്കറിയണം കേട്ടോ. അതെന്താ കിട്ടുന്നത് ചേട്ടാ? അവര് ജയിച്ചപ്പോ സ്വർണ്ണക്കോയിന് ഞങ്ങൾക്ക് പുളിമുട്ടായി. നിനക്കൊക്കെ പറ്റിയത് പുളിമുട്ടായി ആണ്ടേ. ഇതൊക്കെ ഒപ്പിക്കുന്ന പാടാ എനിക്കറിയാം. കിട്ടുട്ടേട്ടാ, ഈ പുതിയ ആൾക്കാർ ആര് വന്നു കഴിഞ്ഞാലും അപ്പൊ തന്നെ തങ്കച്ചൻ കയറി അങ്ങ് ഹെഡ് ചെയ്യും. അപ്പൊ നമ്മളൊക്കെ എന്ത് ചെയ്യും? നിന്നെ കൊണ്ട് വല്ലതും പറ്റൂടാ. നീ കയറി ഹെഡ് ചെയ്യണം. അവരാരും ഇട്ടു കൊടുക്കുന്നതല്ലല്ലോ. അല്ല, നമുക്ക് തിരുവനന്തപുരം ഭാഗത്തുനിന്ന് കൊണ്ടുവരുന്ന ആൾക്കാരെ പോലെ തന്നെ നമുക്ക് കണ്ണൂർ ഭാഗത്തുനിന്നൊക്കെ ആരെങ്കിലും കൊണ്ടുവരണം കിട്ടുന്ന. നീ ശൂന്യാകാശത്തുനിന്ന് ആളിനെ കൊണ്ടുവന്നാലും നീ കയറുമെന്ന് തോന്നുന്നില്ല. ചേട്ടാ പോണതെ പോലെ ഞങ്ങൾ അനുഗ്രഹിച്ചിട്ട് പോണേ ചേട്ടാ. നിനക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. കഴിഞ്ഞ ആഴ്ച 2 പരിപാടി ഉണ്ടായിരുന്നു. ഒത്തിരി ചില്ലറ അക്കൗണ്ടിൽ വന്നു. അതിന്റെ നെകളിപ്പാണ് നിനക്ക്. അത് പോകുമ്പോ നീ മര്യാദയ്ക്ക് അവിടെ നിന്നോടും. കിട്ടി ചേട്ടാ. എല്ലാവിധ ആശംസകളും. കറങ്ങല്ല തല കറങ്ങും. ഇല്ല. ഓക്കെ ചേച്ചി, ബൈ ബൈ. ഭയങ്കര ക്യൂട്ടാട്ടോ നിങ്ങള്. താങ്ക് യു. ഞങ്ങളായിട്ട് ഭയങ്കര കൂട്ടുവാ. ഓക്കെ ചേച്ചി, അപ്പൊ നമുക്ക് പിന്നീട് കാണാം. ബൈ. See you. നമ്മുടെ പഴയ കോമഡി ഓർത്തിട്ട് ചിരിക്കുക. കിട്ടുന്നേട്ടൻ അടുത്ത ദിവസം ഒരു വെറൈറ്റി സമ്മാനമായിട്ട് വരുന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങളിതാ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണെന്നല്ല, അസൽ പുളിമിഠായി കഴിച്ചിട്ടുള്ള ഇഞ്ചി കടിച്ച കുരങ്ങി എന്ന് പറയുന്ന പോലെ പുളിമിഠായി കഴിച്ച് തങ്കും. ഞങ്ങൾ എല്ലാവരും സുഖമായിട്ട് തന്നെ ഉറങ്ങാൻ പോവാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കാത്തിരിക്കാം.